ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് നനച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരു 4-5 സ്പൂണ് വെള്ളം ഉപയോഗിച്ചാൽ മതി. ഇത് ഒന്ന് നനച്ചെടുത്താൽ മാത്രം മതി, കുഴച്ചെടുക്കണ്ട. ചെറിയൊരു തരിതരി പോലെ കിട്ടണം. ഇങ്ങനെ നനച്ച ശേഷം ഒന്ന് ഉരുളയാക്കിയിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ പഴയ രീതിയിൽ തന്നെ കിട്ടണം. ആ ഒരു രീതിയിലാണ് നനച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് 4-5 തവണ പൾസ് ചെയ്ത് എടുക്കണം. ഇത് പൾസ് ചെയ്ത ശേഷം നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ കൈകൊണ്ട് പിടിച്ച് നോക്കുമ്പോൾ ചെറിയൊരു തരിതരി പോലെ ഉണ്ടാകണം. ഇനി ഇത് നമുക്ക് അടച്ച് കുറച്ച് സമയം വെച്ചേക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയിലെ വെള്ളമൊക്കെ പോകുന്ന രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് നട്ട്സാണ്. ഞാൻ കാഷ്യൂനട്ടും ബദാമും പിസ്തയും കൂടെ പൊടിച്ചാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്കിതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. നട്ട്സും കൂടി ചേർത്ത് ഫ്രൈ ചെയ്ത ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാനായി വെക്കാം. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ നേരത്തെ എടുത്തു വച്ചിരുന്ന ഗോതമ്പ് പൊടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം ഒരുപാട് കൂട്ടിയിടരുത്. ലോ ഫ്ലെയിമിൽ മാത്രമേ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഒരു 10-12 മിനിറ്റ് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം തണുക്കാൻ വേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. തണുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്തു വച്ചിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് ശർക്കര. ഞാനിപ്പോൾ ശർക്കര ഇവിടെ നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓർഗാനിക് ശർക്കര ആയതുകൊണ്ടാണ് നേരിട്ട് ചേർക്കുന്നത്. ശർക്കരയിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ പാനിയാക്കി അരിച്ച് മാത്രമേ എടുക്കാവുള്ളൂ. ഇനി ഇതിലേക്ക് കുറേശ്ശെയായി വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. വെള്ളത്തിന് പകരം പാൽ ഉപയോഗിക്കാം. ആദ്യമേ എല്ലാ വെള്ളവും കൂടി എടുത്ത് ഒഴിക്കാൻ പാടില്ല. കുറേശ്ശെയായി മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ഞാനിവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ലഡു ആണ് ചെയ്തിരിക്കുന്നത്. അധികം ആരും ഗോതമ്പ് പൊടി വെച്ചിട്ട് ലഡു ഉണ്ടാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. ഗോതമ്പ് പൊടി നന്നായി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കഴിക്കുമ്പം ഗോതമ്പ് പൊടി കൊണ്ടുള്ളതാണെന്ന് തോന്നില്ല. ഈ ഒരു രീതിയിൽ കുഴച്ച ശേഷം നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ മിക്സും നമുക്കിതുപോലെ ലഡു ആക്കി എടുക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഹെൽത്തി റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി അയയ്ക്കുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. ചെറിയ ഹെൽത്തി റെസിപ്പീസിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.